ഗുഡ് ആഫ്റ്റർനൂൺ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വിദ്യാർത്ഥികളെ. നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാ ദിവസവും എല്ലാ സമയവും ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും 3 മിനിറ്റിൻ്റെ ഒരു പ്രോസസ്സാണ് ഒരു ബ്രീത്തിങ്. അത് കാണാൻ നമുക്ക് 4 മിനിറ്റ് വേണ്ടി വന്നു. അത് കണ്ടപ്പോഴാണ് നമ്മൾ അത് എന്താണ് അകത്ത് നടക്കുന്നതെന്ന് മനസ്സിലായത്. ഇതേ കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ ഏറ്റവും മികച്ച സ്കൂളിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് മണിക്കൂറുകൾ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലപ്പം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കുകാരന് കുറച്ചൊക്കെ മനസ്സിലാകും. അത് വെച്ചിട്ട് പുള്ളി 90 വാങ്ങും, ബാക്കിയുള്ളവരൊക്കെ 20 തൊട്ട് അതിനിടയ്ക്കുള്ള മാർക്ക് വാങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് അറിയണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് അറിയാതെ നമ്മൾ ശ്വാസം എടുക്കും. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയല്ല. ഇൻഡസ്ട്രിയിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള നിങ്ങളുടെ 8 മണിക്കൂർ വർക്കിനിടയിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, പ്രൊസീജിയേഴ്സുണ്ട്, ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഇതൊന്നും നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതുകൊണ്ട് ഇൻഡസ്ട്രിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളെ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു 14 വർഷം നീണ്ട ഒരു പ്രോസസ്സിൻ്റെ അവസാനം. അതായത് വേൾഡിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കീഴിൽ ഓരോ ഓർഗനൈസേഷനെയും മിനി യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഏരീസ് ഗ്രൂപ്പ് ഞങ്ങളുടെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു പരീക്ഷണശാലയാണ്. ഞങ്ങളുടെ 5 വർഷത്തെ ഒരു പ്രോജക്റ്റാണ്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാന ലാസ്റ്റ് പ്രോജക്റ്റ് ഐ ആം ടേക്കിംഗ് അപ്പ്. 5 ഇയർ പ്രോജക്റ്റാണ്. ഇതിന് ശേഷമാണ് എൻ്റെ റിട്ടയർമെൻറ്റ്. സോ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം ഇത് വിജയിപ്പിച്ചുകൊണ്ട് അവസാനിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞങ്ങൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു ഇതെന്തായിരിക്കും സംഭവിക്കുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ അവസാനം ഇത് കാണുവാൻ വേണ്ടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡൻറ്റ് ഷുഡ് കം ഹിയർ. ഇത് അറിഞ്ഞു കേട്ടുകൊണ്ട്, ഇത് ക്ലാസ് മാത്രമല്ല, ഈ നാടിൻ്റെ മാറ്റം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിക്കാതെ ഇവിടെ വരണം. പക്ഷേ ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് ആദ്യമായിട്ട് ഒരു മിനിസ്റ്റർ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ശരിയാണെങ്കിൽ അടുത്ത മാസം മുഖ്യമന്ത്രി വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടെ വരുന്നു, ഇതറിയുന്നു. 1 വർഷത്തിനുള്ളിൽ ഞങ്ങളിത് വിജയകരമായിട്ട് ഏരിയസിനകത്ത് എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ആരെങ്കിലും ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും. കാര്യം ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ തന്നെ നമുക്ക് 5000 പേരെ ട്രെയിൻ ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. ഇത് വെറും ട്രെയിനിങ് അല്ല. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയെയും അവരുടെ ടാലൻറ്റിനും പാഷനും അനുസരിച്ചുള്ള കറക്റ്റ് ഇൻഡസ്ട്രിയിൽ 100% പ്ലേസ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ ഓരോ കുട്ടിയെയും ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കൊടുക്കുമ്പോഴാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവസാനിക്കുന്നത്. അതിനുവേണ്ടി ഇൻഡസ്ട്രിയുമായി കണക്റ്റ് ചെയ്യുന്ന ഈ സ്ക്രീൻ, ഇതിലൂടെയാണ് ഇൻഡസ്ട്രി മൊത്തം ഇവിടേക്ക് വരാൻ പോകുന്നത്. പല ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഇവിടെ നേരിട്ട് വരും. പക്ഷേ വേൾഡിലെ പല ഇൻഡസ്ട്രിയലിസ്റ്റുകളും നിങ്ങളുടെ മെൻറ്ററായിട്ട് വരാൻ പോകുന്ന ഈ സ്ക്രീനിലാണ് നിങ്ങളുമായിട്ട് സംവേദിക്കുന്നത്. ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങളെ വ്യക്തമായിട്ട് ആ വ്യക്തിക്ക് കാണാൻ പറ്റും. നിങ്ങളെ മെൻറ്ററുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുവഴിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ ഇൻഡസ്ട്രിയിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ആ ഇൻഡസ്ട്രി ഏതാണെന്ന് ഇന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് ഞങ്ങളുടെ ജോബ്. നിങ്ങളുടെ കരിയർ ഡിസൈൻ എവിടെയാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത്, ആ ടാലൻറ്റ് പാഷൻ അനുസരിച്ചിട്ട് നിങ്ങളെ എടുക്കുന്നു, ട്രെയിൻ ചെയ്യുന്നു, വിടുന്നു. അതിന് 100 ദിവസത്തെ പദ്ധതിയുണ്ട്, 100 ആഴ്ചത്തെ പദ്ധതിയുണ്ട്, 100 മാസത്തെ പദ്ധതിയുണ്ട്, 20 വർഷം കൊണ്ട് തീർക്കുന്ന 3 വയസ്സ് തൊട്ട് ട്രെയിൻ ചെയ്ത് വരുന്ന പ്രോസസ്സുണ്ട്. ഇത് പല രീതിയിലാണ് തുടങ്ങുന്നത്. ഇതെല്ലാം ഈ ഒരു വർഷം അവസാനമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫുൾ സെറ്റായി വരത്തുള്ളൂ. നമ്മുടെ ആദ്യത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ നാടായതുകൊണ്ട് ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെ ഏറ്റവും വിജയകരമായി മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഫീസ് വേണ്ട എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. കാര്യം കൃത്യമായി വരുന്ന ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത് സമയത്തിൻ്റെ വാല്യൂ ആണ്. സമയത്തിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, സ്പെൻഡ് ചെയ്യുകയോ വേസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ഇവിടെ 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ അത് ജീവിതത്തിൽ ഇൻഡസ്ട്രിയിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവണം. അല്ലാത്ത ഒരു കാര്യം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ആ സമയം റെസ്പെക്റ്റ് ചെയ്യുന്ന ഏത് കുട്ടിക്കും ഞങ്ങൾ ആദ്യം തന്നെ ഇൻഡസ്ട്രിയിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കും. അതോടൊപ്പം തന്നെ 1 രൂപ പോലും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ എന്ന് നിങ്ങൾ സമയത്തിന് റെസ്പെക്റ്റ് ഇല്ലാതെ, കാര്യം ഇൻഡസ്ട്രിക്ക് ഉഴപ്പന്മാരെ വേണ്ട. നമുക്ക് അപ്പുറത്തൊരു ക്ലാസ് റൂം ഉണ്ട്, ഉഴപ്പന്മാരെ അങ്ങോട്ടാണ് വിടുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കൊടുത്ത് പഠിക്കണം. എങ്കിലും ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെയും പഠിക്കാം. പക്ഷേ ഉഴപ്പാതിരിക്കുക. നമ്മുടെ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി മാറ്റി ഇൻഡസ്ട്രിക്ക് പറ്റിയൊരു ക്യാരക്ടറായിട്ട് മാറ്റുക. അത് ഞങ്ങളെല്ലാം പറഞ്ഞു തരും. ഞങ്ങൾക്ക് പറ്റുമെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് 6 ഫീൽഡിൽ വേൾഡ് നമ്പർ 1 ആയ ഒരു ഓർഗനൈസേഷനാണ്. അതിൽ 50%-ലേറെ മലയാളികളാണ്. മൊത്തം സ്റ്റാഫിൽ 10% ഈ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ IIT നിന്ന് IIM നല്ല ആൾക്കാരെ എടുക്കുന്നത്. പക്ഷേ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് അതിലെ ഏറ്റവും മികച്ച ഓഫീസ് റൺ ചെയ്യുന്നത് ഈ ഗ്രാമത്തിലാണ്. ആ കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഏത് കുട്ടിയെ വേണമെങ്കിലും മാറ്റി ഇൻഡസ്ട്രിയിലെ ഒരു ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ പറ്റും. പക്ഷേ വേണ്ടത് നിങ്ങളുടെ സഹകരണമാണ്, നിങ്ങളുടെ സമയമാണ്.
ഈ ഒരു തിയേറ്ററിനകത്ത് വന്നാൽ നിങ്ങൾ സ്ട്രെയിനൊന്നുമില്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് കയറിക്കുള്ളൂ. അങ്ങനെയാണ് ഈ ക്ലാസ് റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിനുള്ളിലേക്ക് പുറത്തു നിന്നുള്ള ഒരു സൗണ്ടും വരുന്നില്ല. ഇറ്റ്സ് എൻ അക്യൂസ്റ്റിക്കൽ ചേംബർ. ഞങ്ങൾ തരുന്ന സൗണ്ട് മാത്രമേ നിങ്ങളുടെ ബ്രെയിനകത്തേക്ക് കയറത്തുള്ളൂ. ഇവിടുന്ന് ഒന്നും നിങ്ങൾ മറന്നുകൊണ്ട് പുറത്തേക്ക് പോയില്ല. ആ രീതിയിലാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ എല്ലാം കോളേജും സ്കൂളും ഒക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസ് റൂമിൻ്റെ ആംബിയൻസ് അവിടെ കിട്ടില്ല. ഞങ്ങളുടെ വിഷൻ എല്ലാ സ്കൂളിലും കോളേജിലും ഇതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് റൂമെങ്കിലും വരണം. ഇന്ന് മിനിസ്റ്ററെ ഇവിടെ വിളിച്ചത് തന്നെ ഇതെന്താണെന്ന് കൺസെപ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കണം കേരളത്തിലേക്ക് മുഴുവൻ ഇത് എത്തേണ്ടത്. ഞങ്ങൾ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റിയിലും ഇതിൻ്റെ മോഡൽസ് ഞങ്ങൾ സെലക്ട് ചെയ്ത് അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്, അവരെ ഇവിടെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇപ്പം ഇന്ന് SN കോളേജിലെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇനി പല യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പം കുറേ യൂണിവേഴ്സിറ്റീസ് ഇൻഡസ്ട്രിയുമായി ചേർന്ന് പോകുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ ഞങ്ങൾ പരീക്ഷണശാലയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളെയും ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കാര്യം പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇത് കഴിഞ്ഞ് പോകണമെന്നുണ്ട്. അവരെയും നമ്മൾ ഇത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിച്ച് വിടാതിരിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കുള്ളതല്ല, ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.